ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ സൗണ്ട്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സ്വിഫ്റ്റിന് റഫ് റോഡിലൊക്കെ പോകുന്ന സമയത്ത് റാറ്റ്ലിംഗ് നോയ്സാണ്. റാറ്റ്ലിംഗ് അല്ല, ഒരു സ്റ്റിയറിംഗ് റാക്കിൻ്റെ പോലത്തെ സൗണ്ടാണ്. അപ്പോൾ സ്റ്റിയറിംഗ് റാക്കിൻ്റെ പോലത്തെ സൗണ്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ വണ്ടി നമ്മൾ കയറ്റി നോക്കുമ്പോൾ വണ്ടിയുടെ കംപ്ലയിൻറ്റ് വന്നാൽ എന്തോ ബോൾ ജോയിൻറ്റ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റോ, അതുപോലെ ടൈറോഡിൻ്റെ ഇതുപോലെ മെയിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നും, അതുപോലെ മെയിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലും ചെറുതായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ വണ്ടി എന്തായാലും വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് ലിഫ്റ്റ് കയറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. വീല് ഷെയ്ക്കാക്കുന്ന സമയത്ത് ഇതാ ഒരു കറക്റ്റ് ഷെയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ ഷെയ്ക്ക് ഇപ്പോൾ വീഡിയോയിൽ കറക്റ്റ് ക്ലിയർ ആണെന്നു അറിയില്ല. ഷെയ്ക്കാക്കിയ വീല് ഷെയ്ക്കാണ്. അപ്പോൾ ഈ ബോൾ ജോയിൻറ്റ് സ്റ്റിയറിങ്ങിൻ്റെ ഈ ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ട്. അതുപോലെ ലിങ്ക് റോഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ലിങ്ക് റോഡ് കുഴപ്പമില്ല. ഈ ലിങ്ക് റോഡ് നല്ല ടൈറ്റാണ്. ഈ രണ്ട് എൻഡും ലിങ്ക് റോഡിൻ്റെ രണ്ട് എൻഡും കുഴപ്പമില്ല, നല്ല ടൈറ്റാണ്. ഇപ്പുറത്തെ സൈഡിൽ ഈ സൈഡ് വേണം, ഈ സൈഡത്തെ ലിങ്ക് റോഡ് ഇവിടെ ബോൾ ജോയിൻറ്റ്, ഈ ബോൾ ജോയിൻറ്റ് കുഴപ്പമില്ല. ഈ ബോൾ ജോയിൻറ്റ് റൈറ്റ് സൈഡ് ഓക്കെയാണ്. ബോൾ ജോയിൻറ്റ് ലെഫ്റ്റ് സൈഡാണ് ബോൾ ജോയിൻറ്റ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് റാക്ക് എൻഡ് എന്നൊക്കെ പറയാം. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് റൈറ്റ് സൈഡത്തെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിലെ ലിങ്ക് റോഡ് നമ്മളിപ്പോൾ അയച്ചെടുത്തിട്ടുണ്ട്. സാധനം ഇവിടെ റൈറ്റ് സൈഡത്തെ ലിങ്ക് റോഡ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നേരത്തെ ഉള്ള ആ സൗണ്ട് മെയിനായിട്ട് വരുന്ന ലിങ്ക് റോഡിൻ്റെ സൗണ്ടും, അതുപോലെ അപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ബോൾ ജോയിൻറ്റ് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിൻ്റെ ഷെയ്ക്കുമാണ് വരുന്നത്. ഇത് രണ്ടും മാറ്റിക്കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ റൈറ്റ് സൈഡിലത്തെ ലിങ്ക് റോഡ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് ലിങ്ക് റോഡ് അയച്ചിട്ടുണ്ട്. ഒന്ന് ഷെയ്ക്കാൻ ലിങ്ക് റോഡ് കാണിച്ചു. ഈ ഭാഗത്ത് ഇതിൻ്റെ ഒരു ഭാഗത്ത് എന്തായാലും പോയിട്ടുണ്ട്. ലിങ്ക് റോഡ് ഒരു ഭാഗം പോയിട്ടുണ്ട്. ഷെയ്ക്ക് അപ്പോൾ ഈ ലിങ്ക് റോഡ് നമുക്ക് മാറ്റാം. അപ്പുറത്തെ സൈഡ് ആ സൈഡത്തെ ബോൾ ജോയിൻറ്റ്, ലെഫ്റ്റ് സൈഡത്തെ ബോൾ ജോയിൻറ്റ് അയച്ചെടുക്കണം. ബോൾ ജോയിൻറ്റ് അയക്കാൻ വേണ്ടി ബോൾ ജോയിൻറ്റ് ഫുള്ള് പോയി. ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ട്, റാക്കിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇതും കൂടി മാറ്റിയിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. ഇത് ചാട പിടിച്ചോണ്ടിരിക്കാൻ പുതിയ ബോൾ ജോയിൻറ്റ് പിടിച്ചാൽ ബോൾ ജോയിൻറ്റ് പുതിയതില്ല. പഴയ ബോൾ ജോയിൻറ്റ് ശരിക്കും പോയി കേട്ടോ. ഫുള്ള് ഫ്രീ ആയി ഷെയ്ക്കലുണ്ട് കേട്ടോ. ഷെയ്ക്ക് ഔട്ടായി. പുതിയ ലിങ്ക് റോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ലിങ്ക് റോഡ് പുതിയത് കയറ്റി കിട്ടും. പുതിയ ലിങ്ക് റോഡ് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ താഴെ താഴെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. താഴെ ഭാഗത്ത് ലെഫ്റ്റ് ഭാഗത്തൊക്കെ നേരത്തെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഇല്ലാലോ, അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി വർക്ക് കഴിഞ്ഞു മെയിനായിട്ട് ആ ലിങ്ക് റോഡും ലെഫ്റ്റ് സൈഡത്തെ ലിങ്ക് റോഡും അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി
വർക്ക് കഴിഞ്ഞ് നമ്മൾ മാറ്റിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡത്തെ ലിങ്ക് റോഡ്, സ്റ്റെബിലൈസർ ലിങ്ക് റോഡും അതുപോലെ ലെഫ്റ്റിലെ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റും, ഈ രണ്ടുമാണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും മാറ്റി ഇപ്പോൾ വണ്ടി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. വണ്ടിയുടെ ആക്ഷൻ, സസ്പെൻഷൻ, സൗണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് പോകുന്ന സമയത്ത് ഈ റോഡിൽ നമ്മളെ റിഫ്ലക്ടൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കയറുമ്പോൾ കിടക്കിടക്കിട സൗണ്ട് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു സ്റ്റിയറിംഗ് റാക്കിൻ്റെ പോലത്തെ ഒരു സൗണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ ഒന്നുകൂടെ ഷെയ്ക്ക് ചെയ്ത് നോക്കി. വണ്ടി ലിഫ്റ്റ് കയറിയിട്ട് ഷെയ്ക്ക് ചെയ്തപ്പോൾ നമുക്ക് അറിഞ്ഞത് ഇന്ന സാധനങ്ങൾ ഡാമേജാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മൂത്ത് തന്നെ, സസ്പെൻഷൻ വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.